ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അബുദാബി ടെമ്പിളിൽ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അമ്പലത്തിനകത്തേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഈ പല ഭാഷകളിലായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ ഇത്. അമ്പലം ഫുള്ള് നമുക്ക് കാണാം ഇവിടെ നിന്നിട്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിട്ടോ. നമ്മളിത് അപ്പോൾ അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് കേട്ടോ ഇത് രണ്ട് സൈഡിലുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് രണ്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിനകത്തേക്ക് നമുക്ക് ക്യാമറയോ ഫോണോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ള കുറേ വീഡിയോസും ഫോട്ടോസുമാണ് എടുത്തേക്കുന്നത്. നമ്മളകത്തേക്ക് കയറുമ്പോൾ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് അകത്ത് പോയി വന്നു കഴിഞ്ഞിട്ടും ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടു. ഇവിടെ അമ്പലത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും നിറയെ കൊത്തുപണികൾ കൊണ്ട് ചെയ്തു വെച്ചേക്കുന്നതാണ്. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ പണിക്കാർ വന്ന് ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. അമ്പലത്തിന് പുറത്തേക്ക് മാത്രമല്ല അകത്തേക്കും നിറയെ കൊത്തുപണികളാണ്. അതൊന്നും നമുക്ക് വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല. അത് അകത്തേക്ക് അത് അലൗഡ് അല്ല. അപ്പോൾ നമ്മളതുകൊണ്ട് പുറത്തുള്ള വ്യൂ മാത്രമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പുറത്തായാലും ശരി അകത്തായാലും ശരി കുറേ കൊത്തുപണികൾ കൊണ്ടാട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളും വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഇപ്പോഴും എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ചുറ്റും പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ഇവിടെ പണി നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇതേപോലെ തന്നെ പുറത്തുനിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും കുറേ നേരം എൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ചുറ്റി നടന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് പലരും പറഞ്ഞത് നൈറ്റ് കാണാനാണ് കൂടുതൽ ഭംഗിയെന്ന് കേട്ടോ. കാരണം നൈറ്റ് ഇങ്ങനെ കളർ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലായിരിക്കും. പകലിനേക്കാളും കൂടുതൽ ഭംഗി നൈറ്റായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഫുജറയിൽ നിന്ന് അബുദാബി വരെ ഇത്രയും ദൂരം വരുന്നത് കൊണ്ട് നൈറ്റ് വന്ന് കാണൽ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് തന്നെ വന്നത്. കാരണം ഇനിയിപ്പോൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് വന്നാലേ അതെല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഫുജറയിൽ നിന്ന് അത്രയും ദൂരം വരണം. രാത്രിക്ക് മുമ്പ് ഞങ്ങൾക്ക് തിരിച്ചെത്തണമായിരുന്നു. കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൈറ്റ് വരുന്നത് ഞങ്ങൾക്ക് പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ അമ്പലം ഫുൾ നിർമ്മിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ടച്ചിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയൊക്കെ നടന്നത് നമുക്ക് പോകാനുള്ള സമയമായി. അപ്പം ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങുകയാണ് ഇനി. അപ്പോൾ ഇത്രയൊക്കെയുള്ള അബുദാബി പോയ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.